മസ്കറ്റിൽ മരിച്ച പ്രവാസി മലയാളി നമ്പി രാജേഷിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. തിരുവനന്തപുരത്തെ എയർ ഇന്ത്യ എക്സ്പ്രസ് ഓഫീസിന് മുന്നിൽ ബന്ധുക്കൾ നടത്തിയ സമരം അവസാനിപ്പിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ചർച്ച നടത്തുമെന്ന ധാരണയിലാണ് സമരം അവസാനിപ്പിച്ചത്. ടാറ്റ ഗ്രൂപ്പ് വിഷയത്തിൽ ഇടപെടണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആവശ്യപ്പെട്ടു. കണ്ടുനിന്നവരെയെല്ലാം കണ്ണീരിലാഴ്ത്തി രാജേഷ് അവസാനം തന്റെ ഭാര്യ അമൃതയ്ക്കരികിലെത്തി. ചേതനയേറ്റ ഭർത്താവിന്റെ മൃതദേഹത്തിന് മുന്നിൽ തളർന്നിരുന്ന അമൃതയെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ബന്ധുക്കളും കണ്ണീരണിഞ്ഞു. അസുഖം ഭേദമായി മസ്കറ്റിലെ ആശുപത്രിയിൽ നിന്ന് റൂമിലെത്തിയതാണ് രാജേഷ്. തുടർന്ന് ശുശ്രൂഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ആരോഗ്യാവസ്ഥ മോശമായത്. ഭാര്യയെ കാണണമെന്ന ആഗ്രഹം ബാക്കിയാക്കിയാണ് രാജേഷ് വിട പറയുന്നത്. ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടാൻ എയർ ഇന്ത്യക്ക് സാധിക്കില്ലെന്നും ടാറ്റ ഗ്രൂപ്പ് ഈ വിഷയത്തിൽ തീർച്ചയായും ഇടപെടണമെന്നും കുടുംബത്തിനെ സന്ദർശിച്ചതിനു ശേഷം മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. വിമാന കമ്പനിക്കും വിമാന കമ്മിറ്റി നടത്തുന്ന ടാറ്റ ഗ്രൂപ്പിനും ഇതിന് ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് മറക്കാൻ വേണ്ടി കഴിയില്ല. ഇക്കാര്യത്തിൽ എന്തെല്ലാം സഹായങ്ങൾ ഈ കുടുംബത്തിന് ചെയ്യാൻ കഴിയുമോ അത് വിമാന കമ്പനിയും കമ്പനി നടത്തുന്ന ഗ്രൂപ്പും ചെയ്തു കൊടുക്കേണ്ടതാണ്. ഇന്ന് രാവിലെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നമ്പി രാജേഷിന്റെ മൃതദേഹം എത്തിച്ചത്. തുടർന്ന് എയർ ഇന്ത്യയുടെ ഉപകമ്പനിയായ എയർ ഇന്ത്യ സാറ്റ്സ് ഓഫീസിന് മുന്നിൽ മൃതദേഹം എത്തിച്ച് എയർ ഇന്ത്യക്കെതിരെ ബന്ധുക്കൾ പ്രതിഷേധിച്ചു. എയർ ഇന്ത്യ എക്സ്പ്രസ് ഉത്തരം പറയണമെന്നും നീതി കിട്ടുന്നതുവരെ പ്രതിഷേധം തുടരുമെന്നുമാണ് ബന്ധുക്കൾ അറിയിച്ചിരുന്നത്. അവരൊന്നും പറയുന്നില്ല. അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കമ്പനി അല്ലെന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഇതായിട്ട് ഒരു ബന്ധമില്ലെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. അപ്പോൾ അത് ആരുടെ കമ്പനിയാണെന്ന് എനിക്ക് അത് പറഞ്ഞാൽ മതി. ഇത് ആരുടെ കമ്പനിയാണ്, ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത് ആരുടെ കമ്പനിയാണെന്ന് ആ പുള്ളിക്കാരൻ പറയട്ടെ. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി ചർച്ച നടത്തുമെന്ന ധാരണയിലാണ് സമരം അവസാനിപ്പിച്ച് ബന്ധുക്കൾ മടങ്ങിയത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.